ഹലോ ഫ്രണ്ട്സ്, നെഹാ ടിപ്സ് ആൻഡ് ട്രിക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ട് കുറച്ച് കിച്ചൺ ടിപ്സുകൾ ഉൾപ്പെടുത്തിയിട്ടാണ് വന്നിരിക്കുന്നത്. വീട്ടമ്മമാർക്കൊക്കെ വളരെ ഉപകാരപ്പെടുന്ന കുറച്ച് സൂത്രങ്ങളാണ് ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വാഷിംഗ് മെഷീനിൽ തുണി അലക്കിയാൽ വെളുക്കുന്നില്ലേ എങ്കിൽ ഒരു പ്രാവശ്യം ഇങ്ങനെ ചെയ്ത് നോക്കും. അപ്പോൾ എങ്ങനെയാണ് കണ്ടു നോക്കാം. അതുപോലെ തന്നെ കുറച്ച് കിച്ചണിലുള്ള ചെറിയ ചെറിയ സൂത്രങ്ങളോടെ ഈ വീഡിയോയിലും കാണിക്കുന്നുണ്ട്. ഫസ്റ്റ് ടിപ്പ്, നമ്മൾ ബീഫൊക്കെ കറി വെക്കുമ്പോഴും അല്ലെങ്കിൽ പെരട്ട് പോലെയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ചെയ്യേണ്ടത് ആദ്യത്തെ ടിപ്പ് പറഞ്ഞു തരാം. ആദ്യം കുക്കറിൽ ബീഫ് നല്ലപോലെ കഴുകിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മസാല കുറച്ച് രീതിയിൽ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഫിസിലടുപ്പിച്ചെടുക്കുക. വേഗം വരെ ഫിസിലടിച്ചെടുക്കുക. അതിനുശേഷം ഇതുപോലെ ഉരുടി വെക്കുക. എന്നിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. പിന്നെ അതിലേക്ക് ഇച്ചിരി ഉലുവ, അതുപോലെ തന്നെ നമ്മുടെ ആ കറുവാപ്പട്ട, ഗ്രാമ്പു, ഇങ്ങനെയുള്ള കുറച്ച് മസാലക്കൂട്ടുകൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി ഒന്ന് ചതച്ചിടുകയേ ചെയ്യരുത്. പകരം ഒരു 10 ചുളയിൽ 10 അല്ലി വെളുത്തുള്ളിയും അതുപോലെ തന്നെ തേങ്ങാക്കൊത്ത്, ഒരു കഷ്ണം ഇഞ്ചി കൊത്തി അരിഞ്ഞതും കൂടെ ഇട്ട് ഈ എണ്ണയിലിട്ട് നല്ല രീതിയിൽ മൂപ്പിച്ചെടുക്കുക. നല്ലപോലെ മൂപ്പിച്ചെടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ബീഫ് പിരട്ടുണ്ടാക്കുമ്പോൾ വളരെ നല്ല ടേസ്റ്റാണ്. കാര്യം നമുക്ക് വെളുത്തുള്ളിയൊക്കെ കടിക്കാനൊക്കെ കിട്ടുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫിനെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ബീഫിൽ കുറച്ച് വെള്ളം കാണും. അപ്പോൾ ഫ്ലെയിം ഒന്ന് കൂട്ടിയിട്ട് ആ വെള്ളം നല്ലപോലെ ഒന്ന് വറ്റിച്ചെടുക്കുക. വറ്റിച്ചെടുത്തതിന് ശേഷം ഒരുപാട് പിന്നെ എണ്ണ ഒഴിക്കേണ്ട കാര്യമില്ല, ഇതിനകത്ത് എണ്ണ ആവശ്യമുണ്ട്. എന്നിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒരു പിരട്ടായിട്ട് വരുമ്പോഴത്തേക്ക് പൊറോട്ടയുടെ കൂടെയോ ചോറിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെയോ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഹോട്ടലിൽ നിന്നൊക്കെ മേടിക്കുന്ന അതേ ടേസ്റ്റ് നമുക്ക് സിമ്പിളായിട്ട് പിരട്ട് വീട്ടിൽ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇച്ചിരി കൂടെ ഒരു കളറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിനൊരു സൂത്രമായിട്ട് മേളിൽ എല്ലാം പാകമായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഒരു സ്പൂൺ അളവിൽ നമ്മുടെ ഗരം മസാല പൊടിച്ചത് സെപ്പറേറ്റ് ആയിട്ട് പൊടിച്ച് വെച്ചിരിക്കുന്നത് വേണം ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാൻ. അതോടെ ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ എന്ത് ടേസ്റ്റാണെന്നറിയാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക. ഇങ്ങനെ ആരെങ്കിലും ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ബീഫിൻ്റെ പെരട്ട് ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യും. ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം. നമ്മൾ സാധാരണ വാഷിംഗ് മെഷീനിലൊക്കെ തുണി അലക്കുമ്പോൾ വെള്ളം കൊണ്ട് വെളുക്കുന്നില്ല എന്നൊക്കെ ഒത്തിരി ആൾക്കാർ പരാതി പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട സിമ്പിൾ ടിപ്പാണിത് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം നമ്മുടെ വാഷിംഗ് മെഷീനിൽ പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഏത് സോപ്പ് ഓയിലാണോ അല്ലെങ്കിൽ സോപ്പ് പൊടിയാണോ ഇട്ട് കൊടുക്കുന്നെങ്കിൽ നേരെ ഈ വെള്ളത്തിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ സോപ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഞാനൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതായത് നമ്മുടെ വാഷിംഗ് മെഷീൻ ഒന്ന് ഓണാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല രീതിയിലൊന്ന് പതഞ്ഞ് വരും ഇത്. അതിനുശേഷം നമുക്ക് അലക്കാനുള്ള തുണി ഏതാണോ അത് അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ വെള്ളം മുണ്ടാണ് ഇവിടെ ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം ഒന്ന് അലക്കിയിട്ട് നിങ്ങൾ എടുത്ത് നോക്കി നല്ല അടിപൊളിയായിട്ട് വെള്ളം മുണ്ടിലെ ചെളിയും ഷർട്ടിലെയൊക്കെ ചെളിയൊക്കെ പോയി സൂപ്പറായിട്ട് കിട്ടും. ഇതിലും കൂടുതൽ കറയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു ടിപ്പോട് ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ ഡിഷ് വാഷ് ഉണ്ടല്ലോ, ആ ഡിഷ് വാഷ് ഒഴിച്ചതിന് ശേഷം ഇതേ രീതിയിൽ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ അടിപൊളിയായിട്ട് നമ്മുടെ ആ വെള്ളം മുണ്ട ഷർട്ട് കറ പിടിച്ച തുണികളെല്ലാം നല്ല രീതിയിൽ വെട്ടിത്തിളങ്ങി പാൽ പോലെ തിളങ്ങി കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. ഇനി അടുത്ത ടിപ്പിലേക്ക് ഇപ്പം നമ്മൾ സാധാ മുട്ടയൊക്കെ അടുപ്പത്ത് വെക്കുമ്പോഴത്തേക്കും മുട്ട പൊട്ടിപ്പോകാറുണ്ടല്ലേ. അപ്പോൾ അതിനായിട്ടൊരു ടിപ്പോട് പറഞ്ഞുതരാം. ഇപ്പോൾ മുട്ടയെല്ലാം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചെറു ചൂടുവെള്ളത്തിലായിട്ട് വേണം മുട്ട വെച്ചിട്ടൊന്ന് പുഴുങ്ങിയെടുക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ വിനാഗിരി കൂടെ ഒഴിക്കുവാണെങ്കിൽ മുട്ട പൊട്ടിപ്പോകത്തില്ല, പെട്ടെന്ന് തൊലി ഒടിച്ചെടുക്കുകയും ചെയ്യാം. അതുകൊണ്ട് ചെയ്ത് നോക്കണേ. ഇനി അടുത്ത ടിപ്പിലേക്ക് ഇപ്പം പിന്നെ ഇവിടെ മാവാണ് എടുക്കുക. എല്ലാവരും പറയാം അരിപ്പൊടിയും കൊണ്ട് അപ്പം ഉണ്ടാക്കിയാൽ ശരിയാകത്തില്ലെന്ന് പറയുന്നവരുണ്ട്. പക്ഷേ അരിപ്പൊടിയും കൊണ്ട് ഇങ്ങനെ ചെയ്ത് നോക്കും. കുറച്ച് നമുക്ക് ആവശ്യമുള്ള അരിപ്പൊടി, അതുപോലെ 1 കപ്പ് തേങ്ങ, പിന്നെ 1 സ്പൂൺ ഈസ്റ്റ്, 1 സ്പൂണ് പഞ്ചസാര, കുറച്ച് ചോറ്, ഇത് ഒന്നിച്ച് മിക്സ് ചെയ്ത് കുറച്ച് വെള്ളത്തിൽ ഒന്ന് മുങ്ങുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. അപ്പോഴത്തേക്ക് ഒരുപാട് വെള്ളം കൂടി പോകില്ല. അതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ, രാത്രി ചെയ്ത് വെക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം രാവിലെ അതൊന്ന് എടുത്ത് മിക്സിയുടെ ജാറയിട്ട് അരച്ചതിന് ശേഷം അപ്പം ഉണ്ടാക്കി നമുക്ക് കണ്ടു നല്ല പൂ പോലത്തെ പാലപ്പം നമുക്ക് ഇവിടെ റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ സിമ്പിളാണ്. അരിപ്പൊടി മാത്രം മതി. നമ്മുടെ വീട്ടിലെ വെള്ളയപ്പം ഉണ്ടാക്കാനും പാലപ്പം ഒക്കെ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് വളരെ നല്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. കണ്ട ഇതേ രീതിയിൽ നമ്മുടെ അപ്പം നല്ല അതിൻ്റെ ഉൾഭാഗം കണ്ടില്ല നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് പോലെ വായിലിട്ട് അലിഞ്ഞു പോകുന്ന രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ടിപ്പുകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.